ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തുവരുന്ന ഒരു ചർച്ച അത് ഒരുപക്ഷെ നാളെ ഖത്തറിൽ നടന്നേക്കാം എന്ന രീതിയിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ. പക്ഷേ അതിനു മുൻപ് തന്നെ ബഹ്റിന് നേരെ വൻ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇറാൻ. പ്രകോപിപ്പിച്ചാൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പരമോന്നതാവ് മുജ്തബ ഖമനയുടെ ഉപദേഷ്ടാവ് അലി അക്ബർ വേലായുധയുടേതാണ് ഈ ഭീഷണി. ബഹ്റിന് സ്വന്തം പരിമിതികളെക്കുറിച്ചുള്ള ധാരണ വേണം, ബോധ്യം വേണം. അത് മനസ്സിലാക്കാതെ കളിക്കാൻ നിന്നാൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും. കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ തങ്ങളെ നിർബന്ധിക്കരുത് എന്നും മുന്നറിയിപ്പുണ്ട്. ഇറാനിലെ തസ്ലീം ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി ബഹ്റിനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണമുണ്ട്. ഇതിനിടയിലാണ് ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു വന്നത്. ബഹ്റിനിൽ ഇന്നലെ ചില മേഖലകളിലൊക്കെ മിസൈലുകൾ പതിച്ചുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഐക്യരാഷ്ട്ര സംഘടന ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യം ബഹ്റിൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഇറാന്റെ മുന്നറിയിപ്പ്, ഭീഷണി വരുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, നമുക്ക് ചർച്ചകളുടെ വാർത്തകളിലേക്ക് വരാം. അത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇതിനിടയിലാണ് ഈ ഭീഷണി വരുന്നത്. അത് എന്തിൻ്റെ സൂചനയായി കണക്കാക്കണം? തീർച്ചയായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം ഇറാന്റെ കടുത്ത ഭീഷണി തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കയെ സഹായിക്കാൻ നിന്നാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും, അവിടങ്ങളിലേക്ക് ആക്രമണം നടത്തും എന്നെല്ലാം ഇറാൻ ഇതിനു മുൻപേ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ബഹ്റൈന് മാത്രമായിട്ട് ഒരു പ്രത്യേകതരം ഭീഷണി, അതും കുറച്ചുകൂടി കടുത്ത ഭാഷയിലുള്ള ഭീഷണി തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് അനാവശ്യമായി തങ്ങളോട് കളിക്കാൻ നിന്നാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരും, പ്രകോപിപ്പിച്ചാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ബഹ്റൈന് നൽകും എന്നതാണ് ഇറാന്റെ ഭീഷണി. ബഹ്റൈൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ 14-ന് ധാരണാപത്രം ഒപ്പിടുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോൾ US-ഉം ഇറാനും തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. അന്നും ഇറാൻ ആക്രമിച്ച പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ. മാത്രമല്ല US-ന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം അത് ബഹ്റൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടേക്ക് വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം തന്നെ ഒരു ഘട്ടത്തിൽ ഇറാൻ നടത്തിയിരുന്നു. അതിനെല്ലാം ബഹ്റൈൻ കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ബഹ്റൈൻ പറഞ്ഞത് എപ്പോഴത്തെയും പോലെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സംയമനം പ്രതീക്ഷിക്കരുത്, തങ്ങളും ശക്തമായിട്ട് മുന്നോട്ട് വരും എന്നെല്ലാം ഒരു ഭീഷണിയുടെ രൂപേണ ഇറാൻ പറഞ്ഞിരുന്നു. ബഹ്റൈൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെയും ബഹ്റൈൻ ശക്തമായിട്ടുള്ള ഭാഷയിൽ അപലപിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരു ഭീഷണിയൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ തന്നെ ബഹ്റൈന് നേരെ ഒരു പഴയ അനുഭവങ്ങൾ കൂടി കൂട്ടി വെച്ചുകൊണ്ടായിരിക്കണം ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനയുടെ മുഖ്യ ഉപദേഷ്ടകരിൽ ഒരാളായിട്ടുള്ള അലി അക്ബർ വേലായുധിയാണ് ഇത്തരമൊരു ഭീഷണി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇറാനിലെ തസ്നിം ന്യൂസ് ഏജൻസിയാണ് ഈ ബഹ്റൈന് നേരെയുള്ള ഭീഷണിയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഇറാൻ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബഹ്റൈന് തങ്ങളുടെ പരിമിതികളെക്കുറിച്ച് സ്വയം ബോധ്യമുണ്ടാകണം, അത് മനസ്സിലാകാതെ കളിക്കാൻ നിന്നാൽ ഇതിൻ്റെ സ്ഥിതി ഗുരുതരമായിരിക്കും, തങ്ങളെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കരുത് എന്നുമാണ് നിലവിൽ ഈ പറയുന്ന അലി അക്ബർ വേലായുധി പറഞ്ഞു വെക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ ബഹ്റൈൻ്റെ ഒരു യുദ്ധ സംവിധാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിൻ്റെ പരിമിതി കൂടി ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇറാന് നേരെ നേരിട്ടൊരു യുദ്ധത്തിന് നിന്ന് കഴിഞ്ഞാൽ ബഹ്റൈന് പിടിച്ചു നിൽക്കാനാകില്ല. അതുകൊണ്ട് അവർ സ്വയം ഇറാന് നേരെ ഒരു തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ പരിഭവമാണെങ്കിലും മുഴക്കാൻ പാടില്ല. തങ്ങൾ പറയുന്നതനുസരിച്ച് അമേരിക്കൻ സൈന്യത്തിനും അമേരിക്കയുടെ സൈനിക ഉപകരണങ്ങൾക്കുമാണെങ്കിലും അവിടെ സംരക്ഷണം കൊടുക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ. അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ പരമപ്രധാനം ബഹ്റൈനിലുണ്ട്, കുവൈറ്റിലുമുണ്ട്. അപ്പോൾ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ സഹായിക്കുന്ന ഇത്തരം രാജ്യങ്ങളാണ്, സമീപ രാജ്യങ്ങളാണ് സഹായിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള അറ്റാക്ക് അല്ല, ഈ ഗൾഫിലെ ഇത്തരം പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള അറ്റാക്കാണ് ഇറാനിലേക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. ഉള്ള സഹായം ചെയ്തു കൊടുക്കരുത് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.